ഓണത്തെക്കുറിച്ച് കുഞ്ഞുമക്കൾക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ? പ്രജകളെല്ലാം ഒരുപോലെ സന്തോഷത്തോടെയും സമത്വത്തോടെയും കഴിഞ്ഞിരുന്ന മഹാബലി തമ്പുരാന്റെ കാലത്ത് കള്ളവും ചതിയും എങ്ങും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ മഹാബലിയുടെ ജനപ്രീതിയിലും വളർച്ചയിലും അസൂയ പൂണ്ട ദേവന്മാർ മഹാബലിയുടെ ഭരണം അവസാനിപ്പിക്കാനായി വിഷ്ണു ഭഗവാനോട് സഹായം അഭ്യർത്ഥിച്ചു. വിഷ്ണു ഭഗവാൻ വാമനൻ എന്ന ബ്രാഹ്മണ ചെറുപ്പക്കാരന്റെ രൂപത്തിൽ മഹാബലിയുടെ അടുത്തെത്തി 3 അടി മണ്ണ് ഭിക്ഷയായി ചോദിച്ചു. വാമനൻ വളർന്ന് ത്രിവിക്രമനായി ആകാശവും ഭൂമിയും ഈരടി മണ്ണുകൊണ്ട് അളന്നെടുത്തു. 3-മത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. അങ്ങനെ വാമനൻ തന്റെ 3-മത്തെ അടി മഹാബലിയുടെ തലയിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. പക്ഷെ ചവിട്ടി പാതാളത്തിലേക്ക് താഴുന്നതിന് മുൻപ് അദ്ദേഹം ഒരു വരം ചോദിച്ചു. തന്റെ പ്രജകളെ അളവറ്റ് സ്നേഹിച്ചിരുന്ന മഹാബലിയുടെ അഭ്യർത്ഥന പ്രകാരം വർഷത്തിൽ ഒരിക്കൽ പ്രജകളെ വന്ന് കാണാൻ വാമനൻ അനുവാദം നൽകി. മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് എത്തുന്ന ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണമായി മലയാളികൾ ആഘോഷിക്കുന്നത്. ഐതിഹ്യത്തിനു പുറമെ സമൃദ്ധിയുടെയും വിളവെടുപ്പിന്റെയും ഉത്സവമാണ് ഓണം. മഴക്കാലം കഴിഞ്ഞ് ചിങ്ങമാസത്തിൽ നാടും വീടും പൂക്കളാൽ നിറയുകയും നെല്ലെടുപ്പ് കഴിഞ്ഞ് കർഷകർ സമൃദ്ധി അനുഭവിക്കുകയും ചെയ്യുന്ന കാലത്താണ് ഈ ആഘോഷം വരുന്നത്.